Hello friends, welcome to the class. നമ്മൾ നോക്കാൻ പോകുന്നത് Std8 കൈറ്റ് വിക്ടേഴ്സ് ടീച്ചർ എടുത്ത ക്ലാസ്സും പറഞ്ഞ ആക്ടിവിറ്റീസും ആണ്. ഇന്നെടുത്ത ലെസൺ ദി ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ. അപ്പോൾ ഈ ലെസണിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വേർഡ്സിൻ്റെ മീനിങ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ ഓൾറെഡി ആ മീനിങ്സ് ഇട്ടതാണ്. കാണാത്തവർക്കായി ആ മീനിങ്സിൻ്റെ ഭാഗം ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഷിപ്പ്‌റെക്ക് കപ്പൽ അപകടം, സെയിലർ കപ്പൽ യാത്രക്കാരൻ, ഇംപ്രഷൻ ഫീലിംഗ് അല്ലെങ്കിൽ തോന്നൽ, ചോപ്പി ശാന്തമല്ലാത്ത, ചോപ്പി സീ എന്ന് പറഞ്ഞാൽ എന്താ, ശാന്തമല്ലാത്ത കടൽ, പ്ലഞ്ച് ഡ്രോൺ മുങ്ങുക, കണ്ടംപ്ലേറ്റ് ഒബ്സർവിങ് വിത്ത് മോർ അറ്റൻഷൻ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് വീക്ഷിക്കുന്നതിനെയാണ് കണ്ടംപ്ലേറ്റ് എന്ന് പറയുന്നത്, ആബിസ് ഡീപ്പ് ഹോൾ അടി കാണാത്ത ഗർത്തം, ബോബിങ് മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ എ ഷോർട്ട് ക്വിക്ക് മൂവ്മെൻറ്റ് തുള്ളിക്കളിക്കുന്ന, ക്രേറ്റ് എ ലാർജ് ബാസ്ക്കറ്റ് വള്ളിക്കൊട്ട, എഫ്ലോട്ട് ഹൈ അപ്പ് അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കുന്ന, യെല്ലിംഗ് ഷൗട്ടിംഗ് ആക്രോശിക്കുക, റീഅഷ്വർ സമാശ്വസിപ്പിക്കുക, റാഫ്റ്റ് ചങ്ങാടം, മാസ്റ്റ് കപ്പൽ പായ്മരം, പാനിക്കിംഗ് വെപ്രാളം പിടിച്ച, ഡക്കിംഗ് ടു പുഷ് സംവൺ അണ്ടർ വാട്ടർ ഊളിയിടുക, ക്രെസ്റ്റ് ടോപ്പ് ഓഫ് എ വേവ് തിരയുടെ ഉച്ചി, സർഫസ് മേൽനിരപ്പ്, മൊമെൻ്ററിലി അനുനിമിഷം, റിഗ്ഗിംഗ് റോപ്സ് യൂസ് ടു സപ്പോർട്ട് സെയിൽസ് ഇൻ ഷിപ്പ് പായ്മര കയറുകൾ, വിപ്പ് വീശിയടിക്കുക മൂവ് സഡൻലി, ബാറ്റർ കണ്ടിന്യൂസ് ബീറ്റിംഗ് അല്ലെങ്കിൽ തല്ലി തകർക്കുക, ഡീസൊലേറ്റ് ലോൺലി ഒറ്റപ്പെട്ട, ലർച്ച് മൂവ് അൺസ്റ്റഡിലി ചെരിയൽ, സെറിനിറ്റി കാംനെസ് ശാന്തത, അബ്സേർഡ് ഒപ്പോസ് ടു റീസൺ ബുദ്ധിശൂന്യമായ, എക്സോസ്റ്റഡ് ടയേർഡ് ക്ഷീണിച്ച, ലോസ് ഹോപ്പ് പ്രതീക്ഷ നഷ്ടപ്പെട്ട, വെയിലർ ഷിപ്പ് യൂസ് ഫോർ ഹണ്ടിങ് വെയിൽസ്, സ്റ്റുപ്പിഫൈഡ് കൺഫ്യൂസ് സ്തബ്ധനായ, സിയറിംഗ് ഹോട്ട് ചൂടുള്ള, ഗാഷ് ലോങ് വൂണ്ട് നീളമുള്ള മുറിവ്, ഇൻവെന്ററി ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഒക്യുപ്പൈഡ് വസ്തുവിവര പട്ടിക. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എന്തൊക്കെ വേണമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് അതിനൊരു ഹെഡിങ് വേണം, എന്തിനെ കുറിച്ചാണ് എന്നുള്ളതിൻ്റെ ഒരു ഹെഡിങ് വേണം. അഡീഷണൽ എസെൻഷ്യൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നത് ആ കാര്യങ്ങൾ വേണം. ലാസ്റ്റ് എന്താണ്, അത്ര എസെൻഷ്യൽ അല്ലാത്ത ഡീറ്റെയിൽസ് ആണ് ലാസ്റ്റ് കൊടുക്കേണ്ടത്. വാട്ട് വാസ് ദ അബ്സേർഡ് തിങ് ഡൺ ബൈ ദ നരേറ്റർ ചെയ്ത ആ ബുദ്ധിയില്ലാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ അബ്സേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, തീരെ ആലോചിക്കാതെ ചെയ്തൊരു കാര്യം അല്ലേ, അല്ലെങ്കിൽ വിഡ്ഢിത്തം എന്താണെന്നാണ് പറയുന്നത്. വെലാസ്കോ കുഡ് നോട്ട് മൂവ് ഫോർവേഡ്, ഹി പുട്ട് ദ ഓർ ഇൻ ദ വാട്ടർ ആസ് ദോ ട്രൈയിങ് ടു പ്രിവെൻറ്റ് ദ റാഫ്റ്റ് ഫ്രം മൂവിങ് ആൻഡ് ട്രൈയിങ് ടു ആങ്കർ ഇൻ ദ വാട്ടർ. വെലാസ്കോ എന്താണ്, ആ ഒരു കടലിൽ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ കാറ്റ് കൊണ്ട് തന്നെ എന്താണ്, വെലാസ്കോയ്ക്ക് ആ ബോട്ട് ആ റാഫ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ ആ ബോട്ട് പിന്നെയും അകലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ആ തുഴ ഉണ്ടല്ലോ, ആ തുഴ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ ബോട്ട് അവിടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ടൊരു വിഫലമായ ശ്രമം നടത്തി എന്നാണ് പറയുന്നത്. ആങ്കർ ചെയ്യാന്ന് പറഞ്ഞാൽ നങ്കൂരമിടുക. I made a last try. What was the last try made by Velasco? Was he successful in it? വെലാസ്കോ അവസാനമായി ഒരു ശ്രമം നടത്തി. എന്തായിരുന്നു ആ ശ്രമം? അവൻ അതിൽ സക്സസ്ഫുൾ ആയോ? വെലാസ്കോ ട്രൈ ടു റോ ടുവേർഡ്സ് റെങ്കിഫോ ടു റെസ്ക്യൂ ഹിം. വെലാസ്കോ എന്താണ് ചെയ്തത്? റെങ്കിഫോയുടെ അടുത്തേക്ക് ആ റാഫ്റ്റ് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അങ്ങനെ റെങ്കിഫോയെ രക്ഷിക്കാൻ ശ്രമിച്ചു. അവൻ അതിൽ സക്സസ്ഫുൾ ആയോ? നോ, ഹി വാസ് നോട്ട് സക്സസ്ഫുൾ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രാമർ പാട്ടാണ്. ഇതാണ്, എ റഫ് വേവ് പുഷ് ദ റാഫ്റ്റ്സ്, ഇറ്റ് വാസ് ഹെവി ഇൻ ദാറ്റ് ലർക്കിംഗ് സീ, എ gigantic wave lift the raft, his serenity was stronger than the sea അല്ലേ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ എന്താണ്, ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ അഡ്ജക്റ്റീവ് ആണ്, നിങ്ങൾക്കറിയാം അല്ലേ. ബ്യൂട്ടിഫുൾ ഫ്ലവർ, ബ്യൂട്ടിഫുൾ പെൻ, ബ്യൂട്ടിഫുൾ ഡ്രസ് അല്ലെങ്കിൽ റെഡ് ഫ്ലവർ എന്നൊക്കെ പറയുന്നത് എന്താണ്, ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. അതിന് നമ്മൾ പറയുന്നത് അഡ്ജക്റ്റീവ്സ് എന്നാണ്. ഓക്കെ, ദ വേർഡ്സ് അണ്ടർലൈൻ ഇൻ ദീസ് സെൻറ്റൻസസ് ഡിസ്ക്രൈബ് ദ നൗൺസ്. ദീസ് വേർഡ്സ് ബിലോങ് ടു ദ വേർഡ് ക്ലാസ് കോൾഡ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഇതൊക്കെ പെടുന്നത് അഡ്ജക്റ്റീവ്സ് എന്നൊരു സെക്ഷനിലാണ് പെടുന്നത്. ഹിസ് സെറിനിറ്റി വാസ് സ്ട്രോങ് എന്ന് പറയുന്നുണ്ട് അല്ലേ ഫസ്റ്റ് സെൻറ്റൻസിൽ. അതിലെന്താണ് സ്ട്രോങ് എന്ന് പറയുന്നത്? പോസിറ്റീവ് ഡിഗ്രിയാണ്. ഇനി
ഹിസ് സെറിനിറ്റി വാസ് സ്ട്രോങ്കർ എന്ന് പറയുകയാണെങ്കിലോ, സ്ട്രോങ്കർ ഏതിനോടാണ് കമ്പയർ ചെയ്യുന്നത്? ദാൻ ദ സീ അല്ലേ. അപ്പോൾ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാണ്. ഹീ ഈസ് സ്ട്രോങ്കർ, ഹീ ഈസ് ടോളർ അല്ലേ. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്താ, അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്, കമ്പാരിസൺ ആണ് അവിടെ നടത്തുന്നത്. ഇനി ഹീ ഈസ് ദ സ്ട്രോങ്കസ്റ്റ് എന്ന് പറയുകയാണെങ്കിലോ, ഹിസ് സെറിനിറ്റി വാസ് സ്ട്രോങ്കസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അവനാണ് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി now look at the following chart and complete the sentences using the suitable adjectives of tall. A, B, C കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് പറയാം? A is not tall as B and C. ബിയുടെയും സിയുടെയും അത്ര ഉയരം ആർക്കില്ല? എക്കില്ല. ഇനി C is taller than A. സി എനേക്കാളും ഉയരം കൂടുതൽ സിക്കാണ്. ബട്ട് ബി ഈസ് ദ ടോളസ്റ്റ്. പക്ഷെ ഏറ്റവും ടോളസ്റ്റ് ആരാണ്? അതിൽ ഏറ്റവും ഉയരം കൂടുതൽ ബി ആണ്. ഡു ഓൾ ദ ആക്ടിവിറ്റീസ് ഫോളോ ദ സെയിം പാറ്റേൺ ഇൻ ദ കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി? ഫൈൻഡ് ബിലോ. റൈറ്റ് യുവർ ഫൈൻഡിങ് സൈറ്റിംഗ് 3 എക്സാമ്പിൾസ് ഫോർ ഈച്ച് കേസ്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാം. ബ്യൂട്ടിക്ക് എന്താ പറയുക? മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാണ് പറയുക അല്ലേ. ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ് എന്നാണ് പറയുക. ലോങ്, ലോങ്കർ, ലോങ്കസ്റ്റ് എന്നാണ് പറയുക. പ്രിട്ടി, പ്രിട്ടിയർ, പ്രിട്ടിയസ്റ്റ്. ഗുഡ്, better, best. നെക്സ്റ്റ് പറയുന്നത് എന്താ? ലുക്ക് അറ്റ് ദി സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി. ദ ഷിപ്പ് പ്ലഞ്ച്ഡ് ഇൻടു ആൻ abyss ആൻഡ് ഡിസപ്പിയർഡ്. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? എ ആൻഡ് ദ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എ ആൻഡ് ദ ഒക്കെ എന്താണ്? അത് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡിറ്റർമിനേഴ്സ് ആണ്. ഓക്കെ, ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡിറ്റർമിനേഴ്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു പാരഗ്രാഫ് ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. ഐ മെയ്ഡ് ഡാഷ്, ഐ മെയ്ഡ് എ ലാസ്റ്റ് ട്രൈ സോ ദാറ്റ് റെഞ്ചിഫോ കുഡ് റീച്ച് the oar. Okay, the oar. But dash the raised hand. But the raised hand. Raised hand എന്നാണ് പറയാ. The raised hand which a few minutes earlier had been trying to keep the headphones from sinking sank forever. Okay, അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾസ് വെച്ചാണ് നിങ്ങളത് ഫില്ല് ചെയ്യേണ്ടത്. വേർഡ് പിരമിഡ് ഉണ്ടാക്കാൻ അറിയാം അല്ലേ. മാൻ, ദ യങ് മാൻ, ദ ഹാപ്പി യങ് മാൻ അല്ലേ. അതുപോലെ പിരമിഡ് ഉണ്ടാക്കാം. അതുപോലെ ഇനി വൂണ്ടിന് പറയുന്നുണ്ട്. വൂണ്ട് എങ്ങനെ എഴുതാം നമുക്ക്? ആദ്യത്തെ വൂണ്ട്, നെക്സ്റ്റ് എ വൂണ്ട്, സെക്കൻഡ് വൺ എന്താണ്? എ ഡീപ്പ് വൂണ്ട്, തേർഡ് വൺ എന്താ എഴുതാം നമുക്ക്? എ ഡീപ്പ് ഹാഫ് മൂൺ ഷേപ്ഡ് വൂണ്ട് എന്ന് എഴുതാം. wound, a deep wound, a deep half moon shaped wound. സി എന്തെഴുതാം? സി എ ഡീപ് സി, എ ഡീപ് ബ്ലൂ സി. sailor, a shipwrecked sailor, a tired shipwrecked sailor. traveler, a lonely traveler, a hungry lonely traveler. ഇവിടെ കുറച്ച് എറേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പാരഗ്രാഫിൽ. നിങ്ങളോട് കറക്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. In 1955 a Colombian ship was on its way back home where the ship was caught in a storm. where the ship എന്നാണോ പറയാ? when the ship was caught in a storm. 8 men was എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. 8 ആൾക്കാർ അല്ലേ. 8 men were flung off from the ship going overboard into the Caribbean Sea. Just one Luis Alejandro Velasco survive അല്ല, survived എന്ന് എഴുതണം. Okay, for 10 days he clung to a life raft suffering from hunger and lack of water. He completely gave up hope when he was washed ashore in Colombia. The author Gabriel Garcia Marquez who was working എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ who was working as a journalist is granted അല്ല, was granted a series of exclusive interviews by Velasco. He write അല്ല, എഴുതി എന്നല്ലേ. അപ്പോൾ he wrote these up and published them under Velasco's name. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാം. പിന്നെ പറഞ്ഞത് ഈ ആക്ടിവിറ്റി ആണ്. The narrator was given a heroic welcome by people of his locality. Imagine that he narrates his experience in a public meeting. Write the possible speech the narrator might have delivered. അപ്പോൾ അലജാൻഡ്രോ വെലസ്കോയ്ക്ക് ഒരു സ്വീകരണം കൊടുക്കുകയാണ്. അവിടെ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? ഫസ്റ്റ് എന്താണ്? ഒരു സല്യൂട്ടേഷൻ കൊടുക്കുക അല്ലേ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ എം വെരി ഹാപ്പി ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് യു. ഐ നെവർ തോട്ട് ദാറ്റ് ഐ വുഡ് ബി അലൈവ് ആൻഡ് ബി among my dear ones. It was a terrible experience at sea. The shipwreck, the loss of my friends, the terrible loneliness, the hunger and the thirst, and then the miraculous escape. Everything looks like a nightmare. I don't know how I could manage all this adverse situation. Even now, when I think of it, I feel terror enveloping my body. But it's
all over. This difficulty has taught me a lesson that we should not yield to any hardship in life. Tolerance, perseverance, and confidence can lead us to victory. Anyway, I am much grateful to my beloved ones for giving me such a wonderful reception back home. I would like to express my sincere gratitude to all of you. Let me conclude with these words. Face the challenges boldly and the ultimate success will be yours. Thank you. Have a nice day. Okay, അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ അതിനൊരു സല്യൂട്ടേഷൻ അല്ലെങ്കിൽ അഡ്രസ്സിങ് കൊടുത്തു. ഒരു ലോജിക്കൽ ഓർഡറിൽ അല്ലേ നടന്ന കാര്യങ്ങൾ കറക്റ്റ് ഓർഡറിലാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ബിഗിനിങ് ഉണ്ടായിരുന്നു, ഒരു മിഡിൽ, ഒരു നടുഭാഗം ഉണ്ടായിരുന്നു, ഒരു കൺക്ലൂഷനും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇത് ഫേസ് ചാലഞ്ചസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ പറയുന്നുണ്ട് അല്ലേ. ബോൾഡായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളെയും നേരിടണം എന്ന് പറയുന്നുണ്ട്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് അത് ഫുള്ളായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എഴുതാം. നെക്സ്റ്റ് പറയുന്നത് ആക്ടിവിറ്റി 2 ആണ്. The story The Shipwrecked Sailor is narrated from the point of view of a man involved in a shipwreck. If you were Velasco's friend, how would you narrate the story? You may begin like this. Okay, വെലാസ്കോൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു ഷിപ്പ്രെക്ക് സെയിലർ എന്ന് പറഞ്ഞ കഥ പറയാണ്. നിങ്ങളാണ് ഫ്രണ്ടെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയാണ് അത് പറയുക? Velasco and his 4 friends were sailing through the Caribbean Sea എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് sea. Suddenly the ship plunged into an abyss and disappeared. He couldn't find any of the shipmates and he thought that he was alone in the sea. Soon he saw that his other shipmates were also thrown into the sea. They were shouting to one another. All of them were trying to stay alive. 2 life rafts appeared unexpectedly on the crest of the wave. Velasco somehow managed to get into the raft. Castillo, Carabello and Luis Rengifo were trying to stay above the water and reach the raft. He grabbed the hose and tried to get close to the men. At that time, he saw the 4th of his mates, Raymond Herrera, who was waving at him while he held on to a crate. Velasco began to paddle furiously. It was very heavy in the lurching sea and he had to row against the wind. When he looked around, he saw that Herrera had disappeared. Rengifo was swimming confidently towards the raft. Meanwhile, a gigantic wave lifted the raft. After that, he found that Carabello had vanished with Castillo. Rengifo was still swimming calmly towards the raft. Velasco was almost 5 meters away from Rengifo and had lost sight of him. Velasco tried to row, but unfortunately, he was not successful and Rengifo sank forever. Velasco was alone at the sea without food and water. He sat on the side of the raft waiting to be rescued. Uncertain as to what to do, he decided to make an inventory of his belongings. Since he had nothing else to do, he read the cards over and over to distract himself until he was rescued. ഇത്രയാണ് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റീസും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.